ജീവിത പാഠങ്ങളിൽ മനുഷ്യന്റെ സ്വഭാവങ്ങളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സുഖദുഃഖങ്ങളും അവബോധവും നമ്മൾ എപ്പോഴും ഈ ഒറിജിനൽ നമ്മളാവാൻ നോക്കുക, അതായത് ബോധമാവുക. നമ്മൾ ആരെന്ന് ചോദിച്ചാൽ ബോധം, നമുക്ക് എല്ലാവർക്കും ബോധമുണ്ട്, പക്ഷെ നമ്മളത് ഉപയോഗിക്കാറില്ല എന്നേ ഉള്ളൂ. നമ്മളെപ്പോഴും ഈ അബോധത്തിലാണ്, ഈ ഇല്ലായ്മയിലാണ് ജീവിക്കുന്നത്. നമ്മൾ ഈ ഇല്ലാത്ത സുഖവും ഇല്ലാത്ത ദുഃഖത്തിലും ജീവിക്കുമ്പോൾ നമ്മുടെ ബോധം പൊതുവെ നഷ്ടപ്പെടുന്നു. നമ്മുടെ സ്വബോധം നമ്മളെപ്പോഴും കൊണ്ടു നടക്കണം. അത് ശീലിച്ചാലേ പറ്റുള്ളൂ. അത് ഇങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കി പഠിച്ചു പോകുമ്പോഴാണ് ശീലമായി മാറുന്നത്. ശീലം നമ്മൾ ഉണ്ടാക്കാൻ മിടുക്കലാണ്, അതെല്ലാം ദുശീലങ്ങൾ ആണെന്നേ ഉള്ളൂ. പക്ഷെ ഇത് അങ്ങനെയല്ല. ഈശ്വര വിശ്വാസവും ഈശ്വരനാമം ജപവും അതുപോലുള്ള കാര്യങ്ങളെ പോലെ ഇതൊരു സത്ശീലമാണ്. നമ്മുടെ ബോധം എപ്പോഴും നിലനിർത്തുക. സുഖം വരുമ്പോൾ ഒന്ന് ചിന്തിക്കുക, ഇത് താൽക്കാലികമാണ്, ഇത് വ്യാജമാണ്, ഇത് നമ്മളെ കുഴപ്പിക്കും, ഇത് തിരിച്ചു പോകും. അതിന്റെ സ്ഥാനത്ത് ഇതിനേക്കാൾ വലിയ ദുഃഖം വരും. അതുകൊണ്ട് രണ്ടിനോടും വലിയ പ്രതിപത്തി വേണ്ട എന്നുള്ള ചിന്ത നമ്മുടെ മനസ്സിൽ ഉണ്ടാവുക, അത് ബോധത്തിൽ ഉണ്ടാവുക. എപ്പോഴും നിരീക്ഷകനായി തുടരാനാ പറയുന്നത്. ഇതൊന്നും പറയുന്നത് വരെ എളുപ്പമൊന്നുമല്ല, ഇത് ഇന്ന് തന്നെ നടപ്പിലാക്കാനുള്ള കാര്യവുമല്ല. പകരം ഇത് അറിഞ്ഞിരിക്കുക, കാര്യങ്ങൾ അറിഞ്ഞ് ജീവിക്കുക, അത്രയേ ഉള്ളൂ. നമ്മളിപ്പോ ജീവിക്കുന്നതിൽ നിന്നും മാറിയൊന്നും ജീവിക്കണ്ട, പുതുതായിട്ടൊന്നും ചെയ്യണ്ട. പകരം നമ്മൾ അറിഞ്ഞിരിക്കുക. എല്ലാ മനുഷ്യനും സുഖിക്കുന്നുണ്ട്, എല്ലാവരും ദുഃഖിക്കുന്നുണ്ട്. അതേപോലെയാണ് നമ്മുടെ ജീവിതവും എന്നെങ്കിലും അറിഞ്ഞു വെച്ചിരിക്കുക. നമ്മൾ മാത്രമാണ് ഈ ഭൂമിയിൽ സുഖിക്കുന്നവർ, നമ്മൾ മാത്രമാണ് ഈ ഇത്രയും വലിയ ദുഃഖം പേറുന്നവർ എന്നൊരു ചിന്ത നമ്മൾ ഒഴിവാക്കുക. എല്ലാവർക്കും അവരുടേതായ സുഖങ്ങളും അവരുടേതായ ദുഃഖങ്ങളുമുണ്ട്. ബാഹ്യമാണ് ഇത് രണ്ടും. അത് രണ്ടും കുറച്ചു കഴിയുമ്പോൾ നമ്മളെ വിട്ടു പോകുമെന്ന ബോധം നമ്മൾ ഉണ്ടായിരിക്കുക. നമുക്ക് ഇതുവരെയുള്ള ജീവിതത്തിൽ അറിയാമല്ലോ, നമ്മൾ സുഖിച്ച എത്രയോ കാര്യങ്ങൾ ദുഃഖത്തിലാണ് ഒടുവിൽ അവസാനിക്കുന്നത്. ആദ്യം സുഖമെന്ന് തോന്നുന്ന എന്തെല്ലാം, ഈവൻ ഭക്ഷണം പോലും, രുചികരമായ ഭക്ഷണം സ്ഥിരമായി ഏതെങ്കിലും ഒരു ഐറ്റം കഴിച്ച് അവസാനം നമ്മൾ ഒരു രോഗത്തിൽ നേരുന്നു. എന്ത് ചെയ്താലും എന്ത് സുഖം നമ്മൾ അനുഭവിച്ചാലും 99% അത് ചെന്ന് എൻഡ് ചെയ്യുന്നത് ദുഃഖത്തിലായിരിക്കും. അതുകൊണ്ട് എല്ലാത്തിനും ഒരു മിതത്വം പാലിക്കുക. അധികമായാൽ അമൃതം വിഷം എന്ന് പറയുന്നത് പോലെ ഏതിലും എന്തിലും സുഖമായാലും ദുഃഖമായാലും നമ്മുടെ ഉള്ളിലോട്ട് സ്വീകരിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. പൊതുവെ നമ്മൾ മറ്റുള്ളവർക്ക് ദുഃഖമുണ്ടാവുമ്പോൾ നമ്മൾ ഉപദേശിക്കാൻ വളരെ മിടുക്കരാണ്. മറ്റുള്ളവരുടെ ദുഃഖത്തിന് നമ്മൾ ഇപ്പൊ പറഞ്ഞ കാര്യമൊക്കെ പറയും. അപ്പോഴും ഞാനായാലും നിങ്ങളായാലും നല്ല ഒന്നാന്തരം ഉപദേശികളാണ് നമ്മൾ അഡ്വൈസ് ചെയ്യും. മറ്റുള്ളവർക്ക് ഉപദേശം കൊടുക്കാൻ നമുക്ക് വലിയ ഹരവുമാണ്. നമുക്ക് ഏറ്റവും വലിയ ഇഷ്ടം നമ്മൾ പറയുന്നത് കേൾക്കാൻ രണ്ട് കൊച്ചു പിള്ളേരെങ്കിലും കിട്ടിയാൽ മതി, നമ്മൾ ഉപദേശിക്കും. വാസ്തുവിൽ തെറ്റായ ഒരു കാര്യമാണ് ഈ ഉപദേശം. നമ്മുടെ മനസ്സിന്റെ ഒരു കുഴപ്പം പിടിച്ചൊരു സാധനമാണ്. കാരണം മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമുക്കൊരു സുഖമുണ്ട്. നമുക്കാണെങ്കിൽ നമുക്ക് സുഖമാണല്ലോ വേണ്ടത്. മറ്റുള്ളവരെ ഉപദേശിക്കുമ്പോൾ നമുക്കൊരു സുഖം, അതും വ്യാജമാണ്, ആവശ്യമില്ലാത്ത കാര്യമാണ്. കാരണം നമ്മുടെ ഉപദേശം മറ്റുള്ളവർക്ക് വേണോ വേണ്ടോ എന്ന് നമ്മൾ ചോദിക്കുന്ന പോലുമില്ല. ആരെ കിട്ടിയാലും നമ്മൾ ഉപദേശിക്കും. അത് നമ്മുടെ ഒരു ജന്മ സ്വഭാവമാണെന്ന് തോന്നുന്നു. മറ്റുള്ളവരെ ഉപദേശിക്കുക നമ്മുടെ ഒരു സ്വഭാവമാണ്. കാരണം എളുപ്പമല്ലേ മറ്റുള്ളവരെ ഉപദേശിക്കാൻ. ആ ഉപദേശത്തിന്റെ ഒരക്ഷരം പോലും നമ്മുടെ ജീവിതത്തിൽ നടപ്പിലാക്കണമെന്ന് ചോദിച്ചാൽ ഇല്ല. മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമ്മൾ വളരെ മിടുക്കരാണ്. അത് നമ്മുടെ ഒരു ജന്മ സ്വഭാവമാണ്, എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ്. ഉപദേശം തുടങ്ങിയാലോ പിന്നെ എപ്പോഴും ഉപദേശമാവും. വാസ്തവത്തിൽ മറ്റുള്ളവർക്ക് താല്പര്യമില്ലാത്ത ഒരു പ്രധാന കാര്യമാണ് ഉപദേശം, അഡ്വൈസ്. ആരെങ്കിലും നമ്മുടെ അടുത്ത് ഒരു വാക്ക് ചോദിച്ചാൽ നമുക്ക് അവരെ ഉപദേശിക്കാം, അതുപോലും സൂക്ഷിക്കണം. അവർ അറിയാതെ ചോദിച്ചു പോയി, പിന്നെ ഇനി അവരുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ ഉപദേശിക്കും എന്നൊരവസ്ഥ. ലോകത്തെ ഏറ്റവും വലിയ മനുഷ്യൻ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിൽ ഒന്നാണ് ഈ ഉപദേശം. അത് ഭർത്താവട്ടെ, ഭാര്യയാവട്ടെ, മാതാവട്ടെ, പിതാവട്ടെ, മുതിർന്നവരാവട്ടെ, സുഹൃത്തുക്കളാവട്ടെ, ഗുരുവാവട്ടെ. യഥാർത്ഥ ഗുരുക്കന്മാരൊന്നും ആരെയും ഉപദേശിക്കാനൊന്നും പോവില്ല. ഇവിടെ നമ്മൾ പറയുന്നത് മറ്റുള്ളവർക്ക് ദുഃഖം വരുമ്പോൾ നമ്മളെ വേണ്ടപ്പെട്ടവരായിരിക്കുമല്ലോ മിക്കവാറും, അല്ലെങ്കിൽ നമ്മളെ പരിചയമുള്ളവര്. അവർ ചിലപ്പോൾ മിക്കവാറും അവർ നമ്മളോട് ദുഃഖം പറയും.
കാരണം ദുഃഖം വരുമ്പോൾ നമുക്ക് ആരുടെങ്കിലുമൊക്കെ പറഞ്ഞില്ലെങ്കിൽ നമുക്ക് വളരെ പാടാ, നമ്മളത് പറയും. അങ്ങനെ പറയുമ്പോൾ നമ്മൾ റെഡിയാവും. എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെയാണ് ജീവിതത്തിനെ കാണേണ്ടതെന്ന് പറഞ്ഞ് ഭഗവത്ഗീതയും ബൈബിളും ഖുർആനും ഒക്കെ കോട്ട് ചെയ്ത് നമ്മൾ സംസാരിക്കും. അവരോട് കാര്യമായി ഉപദേശിച്ചു കൊടുക്കും. അത് നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമാണ്. അത്ര നല്ലതല്ല എന്ന് മനസ്സിലാക്കുക. അത്യാവശ്യത്തിന് വല്ലതും വേണമെങ്കിൽ ചോദിച്ചാൽ നമുക്ക് അറിയാമെങ്കിൽ വളച്ചു കെട്ടി വല്ലതും പറഞ്ഞിട്ട് മാറുക. അമിതമായ ഉപദേശം, ഏറ്റവും വലിയ ഗതികേട് ഉപദേശം ആവശ്യമില്ലാത്തവർ ഉപദേശിക്കുക. അതാണ് പാട്. ഒന്നാമത് ഈ ലോകത്താരും ആരുടെ ഉപദേശവും സ്വീകരിക്കാനൊന്നും പോകുന്നില്ല എന്ന് നമ്മൾ ആദ്യം അറിയണം. കാരണം അവരവരുടെ ജീവിതം അവരവർക്കറിയാം. നമ്മളൊന്ന് ഉപദേശിച്ചെന്ന് പറഞ്ഞിട്ട് അവർക്കത് അവരുടെ ജീവിതമാവില്ല, അവരുടെ അനുഭവവും ആവാൻ പോകുന്നില്ല. അത് ജീവിതമാണ്. അത് പൂർത്തീകരിക്കണമെങ്കിൽ അവരുടെ ബുദ്ധിമുട്ട് എന്തെന്ന് അവരറിയണമല്ലോ. അപ്പൊ അവര് മറ്റുള്ളവർ ഉപദേശിച്ചാൽ നന്നാവുമായിരുന്നുവെങ്കിൽ ഈ ലോകത്താരും ദുഃഖിക്കേണ്ടി വരില്ലായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് അതത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. ഒരുപക്ഷെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ നമുക്കറിയുന്ന രീതിയിൽ, അറിയുന്ന ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ ഇവിടെ വിഷയം അതല്ല. ഈ ഉപദേശം എന്നുള്ള ഒരു വിഷയമായിട്ട് നമ്മൾ പിന്നെ പറയാം. അപ്പൊ ഇതൊക്കെ തന്നെ പറയും. പക്ഷെ ഇവിടെ വിഷയമല്ല. ദുഃഖം വരുമ്പോ നമ്മൾ മറ്റുള്ളവരെ ഉപദേശിക്കും. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കണം, നമുക്കൊരു ദുഃഖം വരുമ്പോ നമുക്ക് നമ്മളെ ഉപദേശിക്കാൻ പറ്റുന്നില്ല. വലിയൊരു പ്രത്യേകതയാണത്. നമ്മളെ ലോകത്ത് മുഴുവൻ ആൾക്കാരെ ഉപദേശിക്കാൻ നമ്മൾ നടക്കുന്നുണ്ട്. പക്ഷെ നമുക്കൊരു ചെറിയ പ്രശ്നം മതി, വളരെ ചെറിയ പ്രശ്നം മതി, നമുക്ക് നമ്മളെ ഉപദേശിക്കാൻ ഒരു രക്ഷയുമില്ല. നമുക്ക് നമ്മുടെ ബുദ്ധിമുട്ട് അപ്പോഴറിയാം. അങ്ങനെ ആ സമയത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. വളരെ ചെറിയ വിഷയമായിരിക്കാം, അതിനേക്കാൾ വളരെ വലിയ വിഷയങ്ങളിലാണ് നമ്മൾ ഉപദേശിച്ച് നടക്കുന്നത്. പക്ഷെ മറ്റൊരാളിനെ ഉപദേശിച്ച് അയാളെ പഠിപ്പിച്ച ഒരു വിഷയം തന്നെ നമുക്ക് വന്നാൽ മതി, നമ്മളെ കാര്യം പോക്കാണ്. ഈ മറ്റുള്ളവരെ ഉപദേശിക്കാൻ നമുക്ക് എളുപ്പമാവാൻ കാരണം നമ്മളെ വിഷയമല്ലല്ലോ. മറ്റൊരാളിനോട് ഉപദേശിക്കാൻ നമ്മളെ വിഷയമല്ല, നമുക്ക് പ്രശ്നമല്ല. അവരെ ഉപദേശിച്ചാൽ നമുക്ക് പ്രശ്നം എന്താ? നേരെ തിരിച്ച് നമുക്ക് അതിന്റെ 100-ലൊരു അംശം വന്നാൽ മതി, നമ്മളെ വെപ്രാമാപ്പിഴൊക്കെ കാണാം, ഭയങ്കരമായ ബുദ്ധിമുട്ടാവും. നമുക്ക് ദുഃഖം വരുമ്പോ നമ്മുടെ ഉപദേശം എവിടെ പോയി? മറ്റുള്ളവരെ ഉപദേശിച്ച നമ്മളുടെ ബുദ്ധി എവിടെ പോയി? നമ്മുടെ ദുഃഖത്തിന് ഒരിക്കലും നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. നമ്മളെ സ്വയം നമുക്ക് ഉപദേശിക്കാനും പറ്റുന്നില്ല. അതിന് കാരണമുണ്ട്. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമ്മൾ ഉപദേശിക്കാൻ കാരണം നമ്മൾ ഉപദേശം വെറുതെ ആയിരിക്കില്ല, നല്ല ഉപദേശം കൊടുക്കും. നമ്മൾ ശരിയായ ഉപദേശം ചിലപ്പോൾ കൊടുക്കും. മറ്റുള്ളവരെ ദുഃഖത്തിൽ നമുക്ക് ഉപദേശിക്കാൻ പറ്റാനുള്ള കാരണം നമ്മൾ ആ ദുഃഖത്തിൽ സാക്ഷിയാണ്. നല്ലൊരു പോയിന്റാണ്, ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ നമുക്ക് അവരെ ആശ്വസിപ്പിക്കാൻ പറ്റുന്നുണ്ട്. അതിന് കാരണം അത് ഈശ്വരനോടെ ഇടപെടുന്നത്, അത് പോട്ടെ. അതിന് കാരണം നമ്മൾ ആ ദുഃഖത്തിന്റെ സാക്ഷിയാണ്. ആ ദുഃഖം നമ്മളിൽ വന്നിട്ടില്ല, അത് അയാളിൽ നിൽക്കുന്ന ദുഃഖമാണ്, അയാൾക്കുള്ള ദുഃഖമാണ്. നമ്മൾ പുറമേ നിന്ന് നോക്കുന്നതാണ്, സാക്ഷിയാണ്. ഞാൻ സാക്ഷിയായി നിൽക്കുമ്പോൾ മറ്റൊരാളുടെ ദുഃഖം എന്നെ ബാധിക്കുന്നില്ല. നോക്കൂ, അയാളുടെ ദുഃഖം എന്നെ ബാധിക്കുന്നില്ല. ഞാൻ വളരെ കൂളായിട്ട് നിന്നിട്ട് അയാളെ ഉപദേശിച്ചു കൊടുക്കുന്നു, അയാളുടെ വഴി പറഞ്ഞു കൊടുക്കുന്നു, അയാൾ ആ വഴിയിലൂടെ രക്ഷപ്പെടുന്നു. അതിന് കാരണം ഞാൻ സാക്ഷിയായതുകൊണ്ടാണ്. കാരണം ഞാനും അയാളുടെ ദുഃഖവും തമ്മിൽ ഗ്യാപ്പുണ്ട്, ദൂരമുണ്ട്. എന്റെ ദുഃഖവും ഞാനും തമ്മിൽ ഒരു ദൂരവുമില്ല. എന്റെ ദുഃഖവും ഞാനും ഒരുമിച്ചാണ് നിൽക്കുന്നത്, തമ്മിൽ കാണാൻ പോലും പറ്റില്ല. അതാണ് ഏറ്റവും വലിയ ഒരു പോയിന്റാണ്, ശ്രദ്ധിക്കൂ. തമ്മിൽ കാണാൻ പോലും പറ്റില്ല. എന്റെ ദുഃഖവും ഞാനും തമ്മിൽ വളരെ ക്ലോസ് റിലേഷനാണ്. ക്ലോസ് എന്ന് മാത്രമല്ല, ഇടയ്ക്ക് ഗ്യാപ്പില്ല. ഞാൻ തന്നെയാണ് എന്റെ ദുഃഖം. അപ്പൊ പിന്നെ എന്നെ എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. എന്നെ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലല്ലോ, കാണാൻ പറ്റില്ല. ലോകത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മളിതൊക്കെ പറഞ്ഞിട്ടുണ്ട് പലപ്പോഴും, നിങ്ങളെ എനിക്ക് ഭംഗിയായിട്ട് കാണാം. ഇരുട്ടത്ത് പോലും നിങ്ങളുടെ നിഴല് കണ്ടാൽ എനിക്ക് മനസ്സിലാവും. പക്ഷെ ഇരുട്ടത്ത് എന്റെ നിഴല് കണ്ടാൽ എനിക്ക് എങ്ങനെ മനസ്സിലാവും? ഞാനാണെന്ന് എങ്ങനെ ഞാൻ അറിയും? വലിയൊരു ബുദ്ധിമുട്ടുള്ള സംഭവമാണ്. എന്നെ എനിക്ക് കാണാൻ പറ്റില്ല ഒരിക്കലും. പിന്നെ നമുക്ക് ആധുനിക മനുഷ്യൻ എങ്ങനെയോ കണ്ണാടി ഉണ്ടാക്കിയത് കൊണ്ട് നമ്മൾ കണ്ണാടിയിൽ നമ്മുടെ മുഖം കാണുന്നു. അതുപോലും കറക്റ്റ് ആണെന്ന് നമ്മൾ ഊഹിക്കുന്നു. കണ്ണാടി ശരിയാണെന്ന് നമുക്കറിയാം, എന്നാലും ഒരു രൂപം നമുക്ക് അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ ഫുൾ ഷേപ്പോ നമ്മുടെ വിഷയങ്ങളോ ഒന്നും നമുക്കൊരിക്കലും അറിയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മുടെ ദുഃഖം
അപ്പൊ ചോദിക്കാം നമ്മുടെ സുഖമോ? നമ്മുടെ സുഖത്തിന് നമ്മളോട് പ്രശ്നമില്ലല്ലോ, നമ്മൾ അങ്ങ് സുഖിക്കുകയില്ലേ, ഒരുമിച്ച് നിൽക്കുകയില്ലേ, അവിടെയും ഗ്യാപ്പില്ല. അതുകൊണ്ടാണ് നമ്മൾ നമ്മുടെ സുഖത്തിനോട് അമിതമായി കിടന്ന് തുള്ളിച്ചാടുന്നത്. ബോധമില്ലല്ലോ, അമിതമായി ചാട്ടമാണ്. എന്തെങ്കിലും ചെറുതായിട്ട് കിട്ടിയ ഒരു പുതിയ ഡ്രസ്സ് കിട്ടിയാൽ മതി, എന്തൊരു ചാട്ടം, അമിതമായിട്ടാണ്. ആഹ്ലാദവും സന്തോഷവും ഒക്കെ വേണം, പക്ഷെ അത് എല്ലാം അമിതമായി പോകരുത്. കാരണം അമിതമായാൽ ഒടുവിൽ ഓപ്പോസിറ്റും അമിതമായി വരും. അതാണ് പ്രശ്നം. അപ്പൊ ഈ ദുഃഖത്തിന്റെ വിഷയം നമുക്ക് നമ്മുടെ ദുഃഖത്തിനെ അനലൈസ് ചെയ്യാൻ പറ്റില്ല, വിശകലനം ചെയ്യാൻ പറ്റില്ല, അത് നിസാരമാണെന്ന് കാണാൻ പറ്റില്ല, അത് കുഴപ്പമില്ല ഇന്നല്ലെങ്കിൽ നാളെ വന്നിട്ട് അത് പോകുമെന്ന് പറയാൻ നമുക്ക് പറ്റില്ല, നമുക്കൊന്നിനും പറ്റില്ല. നമ്മുടെ ദുഃഖത്തിനോട് നമ്മൾ അത്രയ്ക്ക് അടുപ്പമാണ്. പക്ഷെ അവിടെയാണ് നമ്മൾ പഠിക്കേണ്ട ഒരു പാഠം എന്ന് പറയുന്നത്. ഇതൊക്കെ പറയുന്നതിന് എളുപ്പമൊന്നുമല്ല. നമ്മുടെ ദുഃഖവും നമ്മൾ മറ്റൊരാളുടെ ദുഃഖത്തിനെ കണ്ടതുപോലെ കണ്ട് പഠിക്കണമെന്നാ. അതായത് ദുഃഖത്തിനെ നമ്മൾ നമ്മുടെ ചേർത്തങ്ങ് നിർത്താതിരിക്കുക. ദുഃഖം വന്നു, അവിടെ നിൽക്കട്ടെ, ശകലം ദൂരെ നിൽക്ക്, കസേരയിൽ അവിടെ ഇരുന്നോളൂ, ഞാൻ വേറെ എന്റെ ദുഃഖം വേറെ എന്നെടുക്കണമെന്നാണ്. പറ്റുന്ന ആൾക്കാരുണ്ടാവാം, പക്ഷെ അതാണ് ശരി. എന്റെ ദുഃഖത്തിനെ ഞാൻ അമിതമായി ഏറ്റെടുക്കാതിരിക്കുക, ദുഃഖത്തിനൊരു ഗ്യാപ്പ് കൊടുക്കുക. അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം സുഖത്തിന് ഗ്യാപ്പ് കൊടുക്കണം. അമിതമായി ഒരു സുഖത്തിലും നമ്മൾ ഏർപ്പെടാതിരിക്കുക, അമിതമായി സുഖത്തിനെ അന്വേഷിച്ച് നടക്കാതിരിക്കുക, വരുന്ന സുഖത്തിനെ നമ്മൾ സ്വീകരിച്ച് ഇരുത്തുക. അതും തൊട്ടടുത്തിരുത്തിയാൽ മതി, നമ്മളെ ചേർത്തിരുത്തരുത്. ചേർന്ന് കഴിഞ്ഞാൽ അത് നമ്മുടേതായി. ദുഃഖവും അത് തന്നെ നമ്മളെ ഒപ്പം ചേർന്ന് കഴിഞ്ഞാൽ അത് നമ്മുടേതായി, നമുക്ക് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാതായി. അതുകൊണ്ടാ പറയുന്നത്, സുഖവും ദുഃഖവും ബാഹ്യമാണെന്നുള്ള ചിന്തയിൽ, അത് വന്നു പോകുന്നതാണെന്നുള്ള ചിന്തയിൽ നമ്മൾ അവരും നമ്മളും തമ്മിൽ എപ്പോഴും ഒരു ഗ്യാപ്പ് ഇടുക, നിരീക്ഷിക്കുക. അപ്പൊ എനിക്ക് ഒരു സുഖം വന്നു, സുഖം ലഭിച്ചു, കുറച്ച് പണം കിട്ടി, ഭാഗ്യക്കുറി ടിക്കറ്റ് അടിച്ചു. ഭാഗ്യക്കുറി ടിക്കറ്റ് അടിച്ചാൽ അവന്റെ കാര്യം പോക്കാം, അത് വേറെ കാര്യം. യഥാർത്ഥത്തിൽ ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കാൻ പാടില്ല. ഭാഗ്യക്കുറി ടിക്കറ്റ് എടുക്കുന്നത് പോലും അത്ര ശരിയായ ഒരു കാര്യമല്ല. കാരണം അവിടെ നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടി ഇങ്ങനെ അതും എളുപ്പമാർഗത്തിൽ ഈശ്വരൻ നമുക്ക് തന്നിരിക്കുന്ന വിഷയത്തിനെ ഭാഗ്യക്കുറി ടിക്കറ്റ് വഴി പരിഹരിക്കുന്നത് തെറ്റൊന്നുമല്ല. അപ്പോൾ അതും അഥവാ ഭാഗ്യക്കുറി ഒന്നാം ഫലമായോ ഒക്കെ കിട്ടണമെങ്കിൽ ഭഗവാൻ അനുവദിക്കണം. പക്ഷെ അത് കിട്ടുന്ന പല ആൾക്കാരും അതിനെ നേരെ കൊണ്ടുപോകാനൊന്നും അവർക്ക് പറ്റാറില്ല പൊതുവെ. കാരണം നമ്മുടെ കപ്പാസിറ്റിക്ക് അപ്പുറത്തുള്ള പണം നമ്മളെ നശിപ്പിച്ച് ഇല്ലാതാക്കും. നമുക്ക് പണം വേണം, ആവശ്യത്തിന് വേണം, കുറച്ചുകൂടെ കൂടുതലും ആവാം. പക്ഷെ ഒരു 100 കോടിയോ 200 കോടിയോ ടിക്കറ്റ് ഞാൻ കയറി എടുത്തു, അത് ഒന്നാം സമ്മാനം എനിക്ക് അടിച്ചെങ്കിൽ പിന്നെ ഞാൻ ജീവിക്കുന്നത് ഇത്തിരി പാടുപെട്ടാവും. കാരണം വലിയ പാടാണ് ഈ പണം കൈകാര്യം ചെയ്യാൻ. പണം കൈകാര്യം ചെയ്ത് പരിചയമുള്ള ആൾക്കാർക്ക് അവർ കൈകാര്യം ചെയ്ത് പരിചയമുള്ള അളവിൽ പണമാവാം. വലിയ വലിയ അംബാനിക്കും അതുപോലുള്ള ആൾക്കാർക്ക് എത്ര 1000 കോടി വന്നാലും കുഴപ്പമില്ല. പക്ഷെ നമ്മളെപ്പോലുള്ള ആൾക്കാർക്ക് അമിതമായി പണം വന്നാൽ നമ്മുടെ ജീവിതം ഏകദേശം തീരുമാനമാവും. പണം മാത്രമല്ല, പ്രശസ്തി വന്നാലും മതി. ചില ആൾക്കാർ ഒരു രാത്രി വെളുക്കുമ്പോൾ പ്രശസ്തരാവാറുണ്ട്. അവർ പെടുന്ന പാട് പിന്നെ അവർക്കറിയാം. കുപ്രസിദ്ധിയായാലും മതി, എന്തായാലും ശരി, നമ്മളെ കയ്യിൽ നിൽക്കാത്തത് എന്ത് വന്നാലും നമുക്കിപ്പോ തോന്നും എത്ര രൂപ വന്നാലും ഞാൻ കൈകാര്യം ചെയ്യുമെന്ന്. പക്ഷെ നമ്മൾ പൂർണ്ണമായും നശിക്കും. നമ്മൾ ആൾറെഡി മായയിൽ കിടക്കുന്ന നമ്മൾ പൂർണ്ണമായും നശിക്കും. നമ്മൾ ലോകപ്രശസ്തനായാൽ നമുക്ക് പുറത്തിറങ്ങാനും പറ്റില്ല, അതിനുള്ള പരിശീലനം നമുക്കില്ലല്ലോ. വലിയ സിനിമാ നടന്മാരോ വലിയ വലിയ അറിയപ്പെടുന്ന ആൾക്കാർക്കൊക്കെ അവർക്ക് അവരുടെ ഈ പ്രശസ്തിയെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നറിയാം, നമുക്കോ ഒന്നും അറിയില്ല. അതുപോലെ കുപ്രസിദ്ധിയായാലും മതി, വലിയ പാടാ. അധികാരം നമ്മളെ പെട്ടെന്ന് കേരളത്തിലെ മുഖ്യമന്ത്രിയാക്കിയാൽ നമ്മൾ ബോധം കെട്ടു വീഴും, ഒന്നും ചെയ്യാൻ പറ്റില്ല, നമുക്കറിയില്ല. അതിങ്ങനെ ഗ്രാജുവലായി അവരിങ്ങനെ ആ സ്റ്റേജിൽ എത്തുന്നതാ എത്രയോ വർഷങ്ങൾ കൊണ്ട്. അതുകൊണ്ട് നമുക്ക് തോന്നുന്നതാണ് ഇതായാ കൊള്ളാം ഇതായാ കൊള്ളാം എന്നൊക്കെ. അതെല്ലാം നമ്മുടെ അറിവുകേടാണ്. വേറെ രീതി പറഞ്ഞാൽ നമ്മുടെ ബോധമില്ലായ്മയാണ്. ഇത് നമ്മൾ പഠിക്കൂ. ദുഃഖവും സുഖവും പുറത്തുനിന്ന് വരുന്നതാണ്. നമ്മൾ അവരെ പെട്ടെന്ന് കൈപിടിച്ച് നമ്മുടെ ഉള്ളിലോട്ട് കയറ്റാതിരുന്നാൽ ക്രമേണ ഇതിന്റെ അളവ് കുറയും എന്നുള്ളതൊരു പാഠമാണ്. ഇതൊരു ജീവിത പാഠമാണ്. നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് നമ്മൾ പഠിച്ചിരിക്കേണ്ട ഒരു പാഠം. മറ്റുള്ളവരുടെ ദുഃഖത്തിൽ ഉപദേശിക്കുന്ന നമ്മൾ നമ്മുടെ ദുഃഖത്തിൽ എന്തുകൊണ്ട് നമുക്ക് ഉപദേശം സ്വയം നടത്താൻ പറ്റുന്നില്ല എന്ന് മനസ്സിലാക്കിയിരിക്കുക. അത് കാരണം ഇതാണ്, നമ്മൾ അതിനെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ ചേർത്ത് പിടിച്ചിരിക്കുന്നു. നമ്മളെ മനസ്സാണ് അതിനെ വിടാത്തത്.
നമ്മുടെ മനസ്സിൽ ഇതൊന്നും വിടൂലല്ലോ. നമ്മൾ സുഖിച്ചിരിക്കുമ്പോൾ ക്രമേണ സുഖത്തിൽ നമ്മൾ ബോറടിക്കുമ്പോൾ ദുഃഖത്തിനെ ക്ഷണിച്ചു വരുത്തുന്നതും മനസ്സാണ്. കൊച്ചു പിള്ളേർ കണ്ടില്ലേ, നമ്മളൊരു പുതിയ കളിപ്പാട്ടം വാങ്ങിച്ചാൽ കൊടുത്തു. അവൻ ആദ്യം കുറെ നേരം അതിന് ഭയങ്കരമായ കളിയാണ്. കളിച്ച് അന്ന് കളിച്ച് പിറ്റേന്ന് കളിച്ച് മൂന്നിന്റെ ഒന്നും നമ്മൾ നോക്കുമ്പോൾ അത് പല പല പാർട്സ് ആയി കിടക്കുന്ന കാണാം. കാര്യം എന്താ? അവൻ കളിച്ച് മടുത്ത് അവൻ അവസാനം അവൻ എന്ത് ചെയ്യും? വലിച്ച് ചുമരിലെറിയും. സുഖം കൂടുതൽ സുഖിച്ചതാണ്. അവന് തന്നെ തോന്നി ഇത് ഈ കളിപ്പാട്ടം പറ്റില്ല. അതുപോലെ മിക്ക പിള്ളേരും കണ്ടില്ലേ, അവന്റെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം അവന് വേണ്ട, അപ്പുറത്തെ കുട്ടിയുടെ കയ്യിലിരിക്കുന്ന കളിപ്പാട്ടം വേണം. ഇത് അവൻ മടുത്തു, സുഖിച്ചതാണ്. അത് നമ്മുടെ ലൈഫിൽ ഇത് സംഭവിക്കുന്നു. നമ്മൾ ഈ സുഖം എന്ന് പറയുന്ന സാധനത്തിനെ തേടി തേടി അതാണ് വീട്ടിൽ ഭാര്യയും ഇട്ടാൽ നിങ്ങൾ ഇത്രയും അടിയുണ്ടാവാൻ കാരണം ഈ ഒരു വിഷയമാണ്. അമിതമായി സുഖം ഒടുവിൽ അത് ഓപ്പോസിറ്റിലോട്ട് പോകുന്നു. ഏതും എന്തും അമിതമായിട്ട് നമ്മൾ കീപ്പ് ചെയ്താൽ അത് തന്നെ അവിടെ ഇരുന്നും കൊണ്ട് നമുക്കെതിരെ തിരിയും. അതൊരു പ്രകൃതി പ്രതിഭാസമാണ്. നമ്മൾ വാസ്തവത്തിൽ മനുഷ്യൻ അറിഞ്ഞിരിക്കേണ്ട, ആവശ്യം അറിഞ്ഞിരിക്കേണ്ട ചില പോയിന്റുകളാണ് ഇത്. നമ്മൾ ഇനി ഏതെങ്കിലും വിഷയം വരുമ്പോൾ ഇപ്പൊ പറഞ്ഞത് പറയും. പ്രത്യേകിച്ച് നമുക്ക് വിവാഹ ജീവിതം തന്നെ പറയാം. എന്തുകൊണ്ടാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ഈ കാമുകന്മാർ ഉണ്ടായിരുന്നത് പോലുള്ള സ്നേഹം പ്രേമിച്ച് പിന്നെ കെട്ടിയതിനു ശേഷം ഇല്ലാതെ പോകുന്നു എന്നുള്ളത് ഒരു വിഷയമാണ്. അത് അറിഞ്ഞാൽ മതി, അറിഞ്ഞിരുന്നാൽ തന്നെ ഗുണമാണ്. നമുക്ക് ജീവിക്കാൻ കുറെ പാഠങ്ങൾ അറിയണം, ജീവിത പാഠങ്ങൾ. അത് അറിഞ്ഞാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നം പോയി തീർന്നു. പക്ഷെ അത് ആര് പറഞ്ഞു തരാൻ? എവിടെ നിന്ന് നമ്മൾ അറിയാൻ? നമ്മളെ വളർത്തുന്നവർക്ക് അറിയില്ല. നമ്മളെ പഠിപ്പിച്ച സ്കൂളിൽ അവിടെ നിന്ന് ആരും പറഞ്ഞു തരാൻ അവിടെ പ്രൊഫഷൻ ഇല്ല. നമ്മുടെ ഫ്രണ്ട്സിന് അറിയില്ല, അവർ പറഞ്ഞു തരുന്നില്ല. നമ്മുടെ സമൂഹം നമുക്ക് നേരെ തിരിച്ച് വിപരീതമായി എല്ലാം പറഞ്ഞു തരുന്നു. അപ്പൊ ഇതൊക്കെ നമ്മൾ ഇങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ സ്വയം മനസ്സിലാക്കിയെടുക്കണം. മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതത്തിലെ മിക്ക സുഖങ്ങളും വ്യാജമാണെന്നറിയും, മിക്ക ദുഃഖങ്ങളും തെറ്റാണെന്നറിയും. ജീവിതത്തിലേക്ക് സുഖ ദുഃഖങ്ങൾ വരുമ്പോൾ നമ്മൾ അകലം പാലിക്കുക. നമ്മൾ നേരെ തിരിച്ചാണ് ജീവിതം മുഴുവൻ ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും കുറച്ച് സുഖമുണ്ടാക്കാനാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന സുഖങ്ങളെല്ലാം ഫാൾസാണ്, ഫേക്കാണ്. അത് നമ്മളെ കുഴപ്പിക്കുമെന്ന് നമ്മൾ അറിയുന്നില്ല. അതുകൊണ്ട് സുഖ ദുഃഖങ്ങളെ എപ്പോഴും അകറ്റി കുറച്ച് അകലം നിർത്തണമെന്നോ അല്ലാതെ സുഖിക്കണ്ട ദുഃഖിക്കണ്ട എന്നല്ല, അവയെ നമ്മൾ ഗ്യാപ്പിൽ ഇട്ട് നിർത്തുക. ഇത് ചെയ്യുന്നതാണ്, ഇങ്ങനെ ചെയ്യാൻ പഠിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ജീവിതം. ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ചെയ്യാതിരിക്കാൻ പഠിക്കുന്നതാണ് ജീവിതം. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശരിയെന്ന് പറയുന്ന കാര്യങ്ങളെ കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അതിൽ നിന്നും രക്ഷപ്പെടുന്നതാണ് ഈശ്വര വിശ്വാസം. അതിനു വേണ്ടിയാണ് നമ്മൾ ഈശ്വരനെ വിളിക്കുന്നത്. അല്ലാതെ നമ്മുടെ എല്ലാ കാര്യങ്ങളും സാധിച്ചു തരൂ, എനിക്ക് സുഖം മാത്രം തരൂ ഈശ്വര എന്ന് പറയാനല്ല നമ്മൾ ഈശ്വരനെ വിളിക്കേണ്ടത്. നമുക്ക് ഈ ജീവിതത്തെ മനസ്സിലാക്കി ജീവിതത്തെ പഠിക്കണം. ജീവിതത്തെ പഠിച്ച് ഓരോന്നിനെ എവിടെ നിർത്തണമെന്ന് അറിയുന്നതാണ് ജീവിതം. അതാണ് യഥാർത്ഥ ജീവിതം. സുഖ ദുഃഖങ്ങളെ കുറച്ചൊന്ന് മാറ്റി നമ്മളിൽ നിന്നും വേറിട്ട് കണ്ട് പഠിക്കുക. അതാണ് ആത്മീയ പരിശീലനം, അതാണ് ആത്മീയത, അതാണ് യഥാർത്ഥ ജീവിതം. അല്ലാതെ ആ വലിയ കാട്ടിൽ പോയി തപസ് അനുഷ്ഠിച്ച് കൊടുമുടിയിലിരുന്ന് കൊടും ആയുസിലിരുന്ന് പിന്നെ ചുടുകാട്ടിലിരുന്ന് പിന്നെ മണലാണ്ണത്തിൽ പോയി ഇരുന്ന് എന്നൊക്കെ പറയുന്നതൊന്നും അല്ല. അതൊക്കെ ചുമ്മാ ഇങ്ങനെ പറയുന്നതാ. തപസ്സിരുന്ന് ഈശ്വരനെ തപസ്സിരുന്നു കാട്ടിൽ. നമ്മൾ ചെറിയ ചെറിയ സ്കൂളിൽ പഠിക്കുമ്പോൾ കഥയൊക്കെ പഠിക്കുമ്പോൾ അറിയാലോ, താമസന്മാര് കാട്ടിലിരുന്നു. അപ്പൊ ആര് മുമ്പിൽ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു, മഹാദേവൻ വന്നു, വരം ചോദിച്ചു. അപ്പൊ നമ്മൾ ധരിച്ചിട്ടിരുന്ന എന്താ? കാട്ടിൽ പോയിരുന്ന് വളരെ പട്ടിണി ഇരുന്ന് വർഷങ്ങളോളം ഇരുന്ന് രാവണനൊക്കെ 1000 വർഷമൊക്കെ തപസ് അനുഷ്ഠിച്ചെന്നാ പറയുന്നത്. 1000 വർഷം തപസ് അനുഷ്ഠിച്ച് എന്നിട്ട് മഹാദേവൻ വരാത്തത് കൊണ്ട് 10 തലയിൽ ഓരോ തലയായിട്ട് അറുത്ത് അഗ്നിയിൽ ദഹിപ്പിച്ച് അവസാനം 10ാമത്തെ തല അറുത്ത് കയ്യിലെന്ത് പിടിക്കുന്ന സമയത്തുമാണ് ഭഗവാൻ വരുന്നത്, വരം കൊടുക്കുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കേട്ടുവെച്ചിരിക്കുന്നത്. അതാണ് ഈശ്വര വഴി. നമ്മളതൊക്കെ വേറെന്തോ വഴി. അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തെ കുറിച്ച് പഠിക്കുക, നമ്മൾ നമ്മളെ കുറിച്ച് പഠിക്കുക, എന്നിട്ട് മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിച്ച് ഇവിടെ നിന്ന് കടന്നു പോവുക. അതാണ് യഥാർത്ഥത്തിൽ ഈശ്വരന്റെ വഴി. അതാണ് ആത്മീയ വഴി. നമുക്ക് പറ്റിയത് അതാണ്. അതാണ് ആത്മീയ വഴി. മറ്റൊരാളിന് ഉപദ്രവം ഉണ്ടാക്കാതെ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നത് പോട്ടെ, സ്വയം ഉപദ്രവം ഉണ്ടാക്കാതിരിക്കുന്നതാണ് ഏറ്റവും വലിയ കാര്യം. നമ്മൾ ഈ പറഞ്ഞതൊക്കെ സ്വയം ഉപദ്രവമാണ്. സുഖം അന്വേഷിച്ച് നടക്കുക, എവിടെയെങ്കിലും ചെന്ന് സുഖം വാങ്ങുക,
സുഖം എന്ന് പറഞ്ഞാൽ ഒന്നാം തരം ചതിയാണ്. അത് വാങ്ങിയിട്ട് അതിനെല്ലാം കൂടെ ഏറ്റു വാങ്ങിയിട്ട് പിന്നെ ദുഃഖിക്കുക, എന്നിട്ട് ഈശ്വരനെ കുറ്റപ്പെടുത്തുക, എന്നിട്ട് നിരീശ്വരവാദിയായി മാറുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും രീതി. കാര്യമൊന്നും മനസ്സിലാക്കാതെ നേരെ തിരിച്ചു ജീവിക്കുക. പകരം ഇത് ചെയ്യുന്നതാണ് ആത്മീയ പരിശീലനം. ഇതിനു വേണ്ടിയാണ് നമ്മൾ ഭൂമിയിൽ ജീവിക്കാൻ ആവർത്തിച്ച് വരുന്നത്. നമ്മൾ സുഖത്തിന് മാത്രമായി തേടി നടക്കാതിരിക്കുക. കാരണം ഭൂമിയിൽ അങ്ങനെ ഒരു സുഖമൊന്നും വാസ്തവത്തിൽ ഇല്ല. ആവശ്യത്തിന് സുഖം നമുക്കുണ്ട്, അത് ഈശ്വരൻ തരുന്ന ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട്. അതൊക്കെ നമ്മുടെ നാച്ചുറൽ കാര്യങ്ങളാണ്. അപ്പൊ അത് നമുക്കുണ്ട്. പകരം അതിനപ്പുറത്തേക്ക് സുഖം മാത്രമായി ഈ ഭൂമിയിൽ എനിക്ക് വേണം, ഞാൻ ഇവിടെ ജനിച്ചത് സുഖിക്കാനാണ്, മരണം വരെ എനിക്ക് സുഖം അനുഭവിക്കണം എന്നും പറഞ്ഞ് നമ്മൾ എല്ലാവരും മത്സരിച്ച് ഓടുകയാണ്. ജീവിതത്തിൽ ഇതുവരെ ആരും അതിൽ വിജയിച്ചിട്ടില്ല എന്ന് ഞാൻ ഇവിടെ ഇപ്പോ കഴിഞ്ഞ ആഴ്ചയിലും അതിന്റെ മുമ്പത്തെ ആഴ്ചയൊക്കെ ഏതാണ്ട് 10-100 തവണ പറഞ്ഞു കഴിഞ്ഞു. അതൊക്കെ നമ്മുടെ വെറും തോന്നലാണ്, അത് ശരിയല്ല. നമ്മൾ അതിൽ നിന്നും കുറച്ചൊന്ന് അകലം പാലിക്കുക.